10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന അധ്യായത്തിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആദ്യ 3 വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിലേ ഇത് ക്ലിയർ ആകും. ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ്, അതായത് സമാന്തര ശ്രേണികളുടെ ബീജഗണിതം എന്ന് പറയുന്ന ഭാഗമാണ്. ശ്രേണികളുടെ ബീജഗണിതം എന്താണെന്നുള്ളത് ഒരു മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമാന്തര ശ്രേണികളുടെ ബീജഗണിതം, ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. ഇതിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരുന്നു, അത് പരിശോധിക്കുക. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. 19, 28, 37 എന്ന രീതിയിൽ പോകുന്ന ഒരു സമാന്തര ശ്രേണി ആണ് ഇത്. ഇത് പരിഗണിച്ചാൽ ആദ്യ പദം 19, 28, 37 എന്നിങ്ങനെ തുടരുന്ന ഒരു ശ്രേണിയാണ് ഇതെന്ന് കാണാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം, കോമൺ ഡിഫറൻസ് കാണാൻ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം കുറച്ചാൽ മതിയാവും. ഇപ്പോൾ 28 നമ്മൾ എടുത്താൽ അതിൽ നിന്ന് 19 കുറച്ചാൽ മതി. 37 എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള 28 കുറച്ചാലും മതി. അങ്ങനെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം കുറയ്ക്കുമ്പോഴാണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ലഭിക്കുക. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പദമായ 28 നിന്ന് ആദ്യത്തെ പദമായ 19 കുറച്ചു. അപ്പോൾ കോമൺ ഡിഫറൻസ് 9 എന്ന് ലഭിച്ചു. അപ്പോൾ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 9 ആണ്. 9 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സീക്വൻസാണ് ഇത് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ സീക്വൻസ്. 19, 28, 37 എക്സെട്ര. ഇതിൻ്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 9 ആണ്. ഇനി നമ്മൾ മുൻപ് കണ്ടത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഏതെങ്കിലും 2 ടേംസ് എടുത്തിട്ട് പദങ്ങളെടുത്തിട്ട് പദങ്ങളുടെ വ്യത്യാസത്തിനെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊതുവ്യത്യാസം കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം ആണ്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം 9 ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ശ്രേണിയുടെ 15ാമത്തെ പദം എത്രയാണെന്ന് നമുക്ക് നോക്കാം. 15ാം പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്നാണ് നമ്മൾ ബീജഗണിതത്തിലേക്ക് പോവുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സമവാക്യം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 15ാം പദം നമുക്കറിയത്തില്ല, അതിനെ നമ്മൾ എക്സ് എന്ന് കരുതുന്നു. അറിയാൻ വയ്യാത്ത ഒരു പദമാണ് 15ാമത്തത്. അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എക്സ് എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ മുകളിൽ കൊടുത്ത സമവാക്യത്തിലേക്ക് കോമൺ ഡിഫറൻസ് സമം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നതിലേക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9 സമം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 15ാം പദമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 15ാം പദം അത് എക്സ് ആണ്. നമുക്കറിയില്ലായിരുന്നു, എക്സ് ആണെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ എക്സ് മൈനസ് 19. 19 എന്ന് പറയുന്നത് ശ്രേണി ശ്രദ്ധിച്ചാൽ അറിയാം 1ാമത്തെ പദമാണ്, ആദ്യത്തെ പദം. അപ്പോൾ പൊതുവ്യത്യാസം 9 സമം 15ാമത്തെ പദമായ എക്സ് മൈനസ് 1ാമത്തെ പദമായ 19 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ. എക്സ് എത്രാമത്തെ പദമാണ്? 15ാമത്തത്. അപ്പോൾ 15 മൈനസ് 19 എത്രാമത്തെ പദമാണ്? 1ാമത്തത്. 15 മൈനസ് 1 എന്നെടുക്കാം. അപ്പോൾ 9 സമം എക്സ് മൈനസ് 19 ഡിവൈഡഡ് ബൈ 15 മൈനസ് 1 എന്ന് കിട്ടും. വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പുറത്തെ സൈഡിലുള്ള 15 - 1 കൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി 9നെ ഗുണിക്കും.
9 ഇൻറ്റു ഇവിടെ ഹരിച്ച സാധനമാണല്ലോ, ഡിവൈഡ് ചെയ്ത സാധനമാണ്. അപ്പോൾ അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. 15 - 1 സമം ഇപ്പുറത്തുള്ള x - 19 അതേപടി നിലനിർത്തും. ഇനി 15 നിന്ന് 1 കുറച്ചാൽ 14 ആണെന്ന് നമുക്കറിയാം. 9 × 14 സമം x - 19. ഇനി 9 × 14 എന്ന് പറയുന്നത് 126 ആണ്. 126 സമം x - 19 എന്ന് കിട്ടും. അത് കാൽക്കുലേഷൻ നടത്തുമ്പോൾ 126 സമം x - 19 എന്ന് ലഭിക്കും. ഇതിൽ നിന്ന് x കാണാൻ ഇനി സിമ്പിളാണ്. -19 അപ്പുറത്ത് കൊണ്ടുപോയി ആഡ് ചെയ്താൽ മതി, +19 ആക്കിയാൽ മതി അല്ലേ. 126 19 കൂട്ടിയാൽ മതിയാവും. അപ്പോൾ x സമം 126 + 19 സമം 145 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 145 എന്ന് കിട്ടി. എന്തായിരുന്നു ഈ എക്സ്? 15ാമത്തെ പദം. അപ്പോൾ 15ാമത്തെ പദം എന്ന് പറയുന്നത് 145 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിനായിട്ട് നമ്മളെടുത്ത സ്റ്റെപ്പുകൾ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ആ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യുന്ന മിന്നുന്ന എഴുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. 9 ഇൻറ്റു 15 - 1 സമം x - 19. അത് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ അതിനെ എടുത്തെഴുതി. എക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 9 ഇൻറ്റു 15 - 1 കൂടെ മൈനസ് ആയിരുന്ന 19 അപ്പുറത്ത് കൊണ്ട് കൂട്ടിയാൽ മതി, +19. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ് 145 എന്ന് കിട്ടിയത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഖ്യയും എങ്ങനെ വന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യം എഴുതിയേക്കുന്ന 9 എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഏറ്റവും മുകളിൽ വലതുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കോമൺ ഡിഫറൻസ്. അപ്പോൾ 9 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. മുകളിൽ എഴുതിയേക്കുന്നത് കണ്ടല്ലോ, അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ 9 ഇവിടെ നമ്മൾ എഴുതിയ 9. അപ്പോൾ അതെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് അതിനെ ഡി എന്ന് വിളിക്കുന്നു. അപ്പോൾ 9 എന്ന് പറയുന്നത് ഡി. ഇനി 15 എന്താണ്? എത്രാമത്തെ പദമാണ് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാം പദമാണെങ്കിൽ 15 എന്ന് പറയുന്നതിന് n എന്ന് നമുക്ക് എഴുതാം അല്ലേ. 15 ഈസ് ദി എൻഡ് ടേം. അപ്പോൾ അതിനെ നമുക്ക് n എന്നെടുക്കാം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് വന്നു, പൊതുവ്യത്യാസം എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചേക്കുന്നു, 15 - 1. അപ്പോൾ ആദ്യം 9 പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഇൻറ്റു എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചേക്കുന്നു. 15ാമത്തെ പദമായിരുന്നു കാണേണ്ടത്, അതിൽ നിന്ന് 1 കുറച്ചു. ഇനി ഏതാ ഉള്ളത്? ഒരു +19 ഉണ്ടല്ലേ. അതെവിടെ നിന്ന് വന്നാണ് ആ +19? ഫസ്റ്റ് ടേമാണ് അല്ലേ, ശ്രേണിയുടെ ആദ്യത്തെ പദമാണ്. അപ്പോൾ ഓരോന്നും എങ്ങനെ വന്നു എന്ന് നമുക്ക് വ്യക്തമായി. എക്സ് കാണാൻ നേരത്ത് 15ാമത്തെ പദം കാണാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്തത്? കോമൺ ഡിഫറൻസ് ഇൻറ്റു എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചു, പ്ലസ് ഫസ്റ്റ് ടേം ആദ്യ പദം കൂട്ടി. ഇനി ഇതിനെല്ലാം പകരം നമ്മൾ എടുത്തേക്കുന്ന ഡി, എൻ, എഫ് ഇങ്ങനെ 3 പേര് നമ്മളിപ്പോൾ കൊടുത്തു. കോമൺ ഡിഫറൻസിനെ ഡി എന്ന് വിളിച്ചു, എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിനെ എൻ എന്ന് വിളിച്ചു, ഫസ്റ്റ് ടേമിനെ എഫ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതിനെല്ലാം പകരം 9 പകരം ഡി എന്നും 15 പകരം എൻ എന്നും 19 പകരം എഫ് എന്നും നമുക്ക് എഴുതാം, ഒരു പൊതുരൂപം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്ന് വിളിക്കുന്നു, എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എൻ എന്ന് വിളിക്കുന്നു, ഫസ്റ്റ് ടേമിനെ എഫ് എന്ന് വിളിക്കുന്നു. നമുക്കതിനെ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എക്സ് സമം 9 × 15 - 1 + 19 എന്നാണ് കിട്ടിയത്. അതിൽ 9 പകരം ഡി എന്ന് കൊടുക്കുന്നു, 15 എന്നതിന് പകരം എൻ എന്ന് കൊടുക്കുന്നു അല്ലേ, 19 പകരം എഫ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറും? എക്സ് എൻ സമം എക്സ് എൻ, എന്നാം പദം ബീജഗണിതം വരുമ്പോൾ എത്രാമത്തെ പദമായാലും എന്നിന് പകരം കൊടുത്താൽ മതി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് എൻ എന്ന് പറഞ്ഞത്.
എക്സ് എൻ സമം ഡി ഇൻറ്റു എൻ മൈനസ് 1 പ്ലസ് എഫ് എന്നതിനെ പൊതുവായിട്ട് നമുക്ക് എഴുതാം. ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം, എൻ എന്ന് പറയുന്ന എത്രാമത്തെ പദമാണോ അതിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് എന്ത് കൂട്ടണം? എഫ്, ആദ്യ പദം കൂട്ടണം. ഇനി ഡി കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കാം അല്ലേ. ഡി ഇൻറ്റു എൻ, ഡി എൻ, ഡി ഇൻറ്റു -1 മൈനസ് ഡി പ്ലസ് എഫ് അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഡി കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള എന്നിനെയും -1നെയും ഗുണിച്ചതാണ് ഈ കാണുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ഡി ഇൻറ്റു എൻ, ഡി എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഡി പ്ലസ് എഫ്. ഇനി ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എൻ എന്ന് പറയുന്നത് ആദ്യം എഴുതി, എഫ് എന്ന് പറയുന്ന പ്ലസ് ആണ്, അതിനെ ആദ്യം എഴുതി, പ്ലസ് എഫ് മൈനസ് ഡി. എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദമാണ് എഫ്, അതിൽ നിന്ന് ഡി കുറയ്ക്കണം. ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നതാണ് എഫ് മൈനസ് ഡി. ഡി എൻ എന്ന് പറഞ്ഞാലോ പൊതുവ്യത്യാസം ഇൻറ്റു എത്രാമത്തെ പദമാണോ കാണേണ്ടത് അല്ലേ, എത്രാമത്തെ ടേം ആണോ കാണേണ്ടത് അത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? പൊതുവ്യത്യാസത്തിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു. ഓൾറെഡി ഡി എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞു. നമ്മളൊരു സമവാക്യം ഉണ്ടാക്കുമ്പോൾ പറയാൻ എളുപ്പത്തിന് പൊതുവ്യത്യാസത്തിനെ എ എന്നും, എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഖ്യ ആയിരിക്കുമല്ലോ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം, ഫസ്റ്റ് എന്നുള്ളതിൻ്റെയാണ് ഫസ്റ്റ് ടേം, മൈനസ് ഡി ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. അതെപ്പോഴും ഒരു സംഖ്യ ആയിരിക്കും. ആദ്യത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ എപ്പോഴും ഒരു നമ്പറാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ബി എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ പൊതുവ്യത്യാസത്തിനെ എ എന്നും ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ ബി എന്നും വിളിച്ചാൽ ഇതിനെ എങ്ങനെ മാറ്റാം? ഡി എൻ എന്നതിൽ ഡിക്ക് വരെ എ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ എ എൻ പ്ലസ് എഫ് മൈനസ് ഡിക്ക് പകരം ബി, എക്സ് എൻ സമ എ എൻ പ്ലസ് ബി എന്ന് പറയാം. അതിൽ എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ കാണേണ്ടത് അത്, ബി എന്ന് പറയുന്നത് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് എപ്പോഴും ആൽജിബ്രൈക് ഫോം രൂപീകരിക്കാൻ. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, എൻ എന്ന് പറയുന്നത് ടേം, എത്രാമത്തെ ടേമാണോ ടേമിൻ്റെ നമ്പർ, ബി എന്ന് പറയുന്ന ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക. ദി ആൽജിബ്രൈക് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദി ഫോം എക്സ് എൻ ഈക്വൽസ് എ എൻ പ്ലസ് ബി, വെയർ എ ആൻഡ് ബി ആർ ഫിക്സഡ് നമ്പേഴ്സ്. എയും ബിയും ഫിക്സഡ് നമ്പേഴ്സാണ്. എ കോമൺ ഡിഫറൻസ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. എ കോമൺ ഡിഫറൻസ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. കോൺവേഴ്സ്ലി തിരിച്ചു പറഞ്ഞാൽ എനി സീക്വൻസ് ഓഫ് ദിസ് ഫോം ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ ഫോമിൽ എഴുതാൻ പറ്റുന്നതെല്ലാം ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എക്സ് എൻ സമം എ എൻ പ്ലസ് ബി എന്നാണ്. ഇതിൽ എ, ബി എന്നിവ നിശ്ചിത സംഖ്യകളാണ്. മറിച്ച് ഈ രൂപത്തിലുള്ള ഏത് ശ്രേണിയും സമാന്തര ശ്രേണിയായിരിക്കും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. എക്സ് എൻ സമം എ എൻ പ്ലസ് ബി, എ കോമൺ ഡിഫറൻസ്, എൻ എത്രാമത്തെ പദമാണോ അത്, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ടതാണ്. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പേജ് 24 ഒന്നാമത്തെ ചോദ്യം. ദി 8th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 12 ആൻഡ് ഇറ്റ്സ് 12th ടേം ഈസ് 8. വാട്ട് ഈസ് ദി ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉമാണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? ക്ലിയർ ആണല്ലോ.
8th ടേം 12, 12, 12th ടേം 8. അപ്പോൾ മുന്നോട്ട് പോകും തോറും കുറഞ്ഞു വരും അല്ലേ. 8ാം പദം 12, 12ാം പദമായപ്പോൾ അത് 8ആയി മാറി അല്ലേ. കുറഞ്ഞാണ് വരുന്നത്. നോക്കാം നമുക്ക്. നമ്മൾ ഉപയോഗിക്കേണ്ടത് പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം എന്ന് പറയുന്ന ഇക്വേഷനാണ് അല്ലേ. കോമൺ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ. പൊതുവ്യത്യാസം എത്ര കിട്ടും? 8 - 12 ബൈ 12 - 8. 8 എന്ന് പറയുന്നത് 8th ടേം മൈനസ് 12th ടേം അല്ലേ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 12th ടേമായ 8ൽ നിന്ന് 8th ടേമായ 12 കുറച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? 8 എന്ന് പറഞ്ഞിരിക്കുന്നത് 12ാമത്തെ പദം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 12ാമത്തെ പദത്തിൽ നിന്ന് 8ാമത്തെ പദമായ 12 കുറച്ചു. 12ാമത്തെ പദമായ 8ൽ നിന്ന് 8ാമത്തെ പദമായ 12 കുറച്ചു. ഡിവൈഡഡ് ബൈ പൊസിഷൻസ്. 12ാമത്തെ പദത്തിൽ നിന്ന് 8ാമത്തെ പദമാണ് നമ്മൾ കുറച്ചത്. അതുകൊണ്ട് 12 - 8 അതാണ് ഡിനോമിനേറ്റർ അഥവാ ഛേദം. അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. 12ാമത്തെ പദമായ 8 മൈനസ് 8ാമത്തെ പദമായ 12 ഡിവൈഡഡ് ബൈ 8ൻ്റെ പൊസിഷൻ 12, 12ൻ്റെ പൊസിഷനായ 8 കുറച്ചു. 12ൽ നിന്ന് 8 കുറച്ചു. അപ്പം എങ്ങനെ കിട്ടും? കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടും? പൊതുവ്യത്യാസം 8ൽ നിന്ന് 12 പോയാൽ മൈനസാണ് വരിക അല്ലേ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ -4 ഡിവൈഡഡ് ബൈ 12 - 8 4. -4/4 എന്ന് പറഞ്ഞാൽ -1 ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് -1. ഇനി ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം 8th ടേമിൽ നിന്ന് 7 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അല്ലേ. 8th ടേം അറിയാം നമുക്ക്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 12 ആണ്. 12 ആണ് 8ാമത്തെ പദം. 8th ടേമിൽ നിന്ന് 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും അല്ലേ. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 7 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാണല്ലോ 8ാമത്തെ പദം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ 8ാമത്തെ പദം അറിയാമെങ്കിൽ അതിൽ നിന്ന് 7 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പോൾ 12 മൈനസ് 7 തവണ -1 അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 12 പ്ലസ് 7 എന്ന് വരും. -7 ഇൻറ്റു -1. 2 നെഗറ്റീവ് സംഖ്യകളെ ഗുണിക്കുമ്പോൾ പ്ലസ് ആണ് വരിക. അപ്പോൾ 12 പ്ലസ് 7 എന്നത് മാറും. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 19. 12 7 19. അപ്പോൾ ആദ്യ പദം കിട്ടി, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് ആൾജിബ്രൈക് ഫോം അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാൻ അറിയാം അല്ലേ. xn സമം an പ്ലസ് ബി. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 19ൽ നിന്ന് കോമൺ ഡിഫറൻസായ -1 കുറയ്ക്കുന്നതാണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 19 മൈനസ് -1 അല്ലേ. 19 മൈനസ് -1. മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ 19 + 1 വരും. അപ്പോൾ 19 അവിടെ ആരോയിൽ കാണിക്കുന്നുണ്ട്. ഈ 19 എന്ന് പറയുന്നത് ആദ്യ പദമാണ് ഫസ്റ്റ് ടേം. മൈനസ് -1 ഏതാണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. -1 അത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് 19 + 1 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ ബി സമം 19 1 20. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? xn സമം കോമൺ ഡിഫറൻസ് -1 n പ്ലസ് 20. നമ്മളൊന്ന് വൃത്തിക്ക് എഴുതിയാൽ xn സമം 20 - n എന്ന് മാറും അല്ലേ. xn സമം 20 - n. -1 × n എന്ന് പറയുന്നത് -n ആണ്.
20 പ്ലസ് ആണ്, അതിനെ ആദ്യം എഴുതി 20 മൈനസ് n. ഇതാണ് ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം. ബീജഗണിത രൂപം xn സമം 20 മൈനസ് n. ഇനി അടുത്ത ചോദ്യം, പേജ് നമ്പർ 24 രണ്ടാമത്തെ ചോദ്യം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ബേർഡ് പ്രോബ്ലം ഉണ്ട്. ഒരു പക്ഷി പറഞ്ഞു ഞങ്ങൾ എത്ര പേരുണ്ടെന്ന് ആകെ കൺഫ്യൂഷനാക്കി പറയുന്ന ഒരു കഥ. വൺ ബേർഡ് സെഡ് വി ആൻഡ് വി അഗെയിൻ ടുഗദർ വിത്ത് ഹാഫ് ഓഫ് us ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് ആൻഡ് വൺ മോർ ഈസ് എ നാച്ചുറൽ നമ്പർ. റൈറ്റ് all the possible number of birds starting from the least. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences. എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലെ പക്ഷിക്കണക്ക് ഇങ്ങനെ പറയാം അല്ലേ? ഇങ്ങനെ പറയാം: ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും. പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. എണ്ണം ഇതിലെ ഓരോ സംഖ്യയാകുമ്പോഴും പക്ഷി പറഞ്ഞ തുകയും ക്രമമായി എഴുതുക. രണ്ട് ശ്രേണികളുടെയും ബീജഗണിത രൂപം കാണുക. നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: ഞങ്ങൾ ഞങ്ങളോളം ഞങ്ങളിൽ പകുതി അതിൻ്റെ പകുതി പ്ലസ് 1. അതൊരു എണ്ണൽ സംഖ്യയാവണം, നാച്ചുറൽ നമ്പർ ആവണം. നമുക്ക് പക്ഷികളുടെ എണ്ണം എക്സ് എന്ന് എടുക്കാം അല്ലേ? നമ്മളറിയാൻ വയ്യാത്തതെല്ലാം എക്സ് എന്ന് എടുത്താണല്ലോ ശീലം. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് ഞങ്ങൾ, അതിന് എന്തെന്ന് പറയും നമ്മൾ? എക്സ്. ഞങ്ങൾ എന്ന് പറയുന്നത് എക്സ്. പിന്നെ ഞങ്ങളോളവും അല്ലേ? അതും എക്സ് തന്നെ. പിന്നെ എക്സിൻ്റെ പകുതി, ഞങ്ങളിൽ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞങ്ങൾ എക്സ് ആണെങ്കിൽ ഞങ്ങളുടെ പകുതി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പകുതി, x/2. പിന്നെ അതിൻ്റെയും പകുതി, പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4/1, 1/4 ഭാഗം അല്ലേ? ഇപ്പോൾ x/2 പകുതിയാണെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/4, 4/1. പിന്നെ ഒരു ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. പക്ഷികളുടെ എണ്ണം എക്സ് എന്ന് എടുത്തു. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ് പേര്, ഞങ്ങളോളവും അത്രയും തന്നെ വീണ്ടും എക്സ്, അതിൻ്റെ പകുതി x/2, അതിൻ്റെയും പകുതി x/4, പിന്നെ ഒന്ന് നമ്മളിവിടെ കാണിച്ചിട്ടില്ല, കൂട്ടുമ്പോൾ കൂട്ടിയാൽ മതി. ഇത്രയും ചേർന്നാൽ ഒരു നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ വരണം. 1, 2, 3, 4, 5, 6 എന്ന് പോകുന്നതിലെ ഒരു നാച്ചുറൽ നമ്പർ അഥവാ എണ്ണൽ സംഖ്യ വരണം. നമുക്കൊന്ന് ഇത് കൂട്ടി എഴുതി നോക്കാം. x പ്ലസ് x/2 പ്ലസ് x/4 പ്ലസ് 1 അല്ലേ? ഇതാണ് പക്ഷി പറഞ്ഞ സംഭവം. ഇതൊരു നാച്ചുറൽ നമ്പർ ആവണം, എണ്ണൽ സംഖ്യ ആവണം. x പ്ലസ് x/2 പ്ലസ് x/4 പ്ലസ് 1. ഇത് കൂട്ടാവുന്നതും കാൽക്കുലേഷൻ നടത്താവുന്നതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. x പ്ലസ് x പറ്റും, 2x അല്ലേ? അപ്പോൾ എക്സിനോട് കൂടി എക്സ് കൂട്ടിയാൽ 2x, ബാക്കി അതേപടി എഴുതി x/2 പ്ലസ് x/4 പ്ലസ് 1. ഇനി 2x പ്ലസ് x/2 പ്ലസ് x/4 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2x പ്ലസ് x/4 എന്ന് വരും അല്ലേ? 4നെ നമ്മൾ കോമൺ ഡിനോമിനേറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2x പ്ലസ് 4ൻ്റെ അംശമായിട്ട് വരുന്ന ന്യൂമറേറ്ററായിട്ട് വരുന്ന എക്സ്, അതേപടി 2ൻ്റെ ന്യൂമറേറ്ററായിട്ട് വരുന്ന അംശമായിട്ട് വരുന്ന എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ 2x പ്ലസ് x/4 പ്ലസ് 1 എന്ന് വരും അല്ലേ? അടുത്ത സ്റ്റെപ്പിലോ 2x പ്ലസ് 1 x എന്ന് പറഞ്ഞാൽ 3x ആണ് അല്ലേ? 2x പ്ലസ് x എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 2x പ്ലസ് x/4നെ നമുക്ക് 3x/4 എന്ന് എഴുതാം, പ്ലസ് 1. ഇനി 4 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നു പുറത്തോട്ട്, 2xനെയും കൂടെ. അപ്പോൾ അതിനെ ഒരുമിച്ച് എഴുതാൻ വേണ്ടി ഇപ്പം എങ്ങനെ ആകും? 4 × 2x 8x പ്ലസ് 4 × 2 8 അല്ലേ? 4 × 2 8, 8x പ്ലസ് 3x അതേപടി ഡിനോമിനേറ്റർ ഛേദത്തിനെ കോമൺ ആയിട്ട് എഴുതി, പൊതുവായിട്ട് എഴുതി 4 പ്ലസ് 1 അതുപോലെ തന്നെ. അപ്പോൾ 8x പ്ലസ് 13x എത്രയാ? 3x എത്രയാ? 13 അല്ല 3, 11x അല്ലേ? 8 3 11x/4 പ്ലസ് 1 എന്ന് കിട്ടും. ഇത്
ഇപ്പോൾ ഈ പറഞ്ഞ സമവാക്യം അവസാനം എങ്ങനെ വന്നു നിന്നു? 11x/4 + 1 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഇതാണ്, 11x/4 + 1. ഇതെന്താവണം? 11x/4 എന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യ ആയെങ്കിലേ ഇത് എണ്ണൽ സംഖ്യ ആവുകയുള്ളൂ. നാച്ചുറൽ നമ്പർ ആകണമെങ്കിൽ 11x/4 ഒരു നാച്ചുറൽ നമ്പർ ആവണം. +1 നോക്കണ്ട, 1 എപ്പോഴും നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഏത് നാച്ചുറൽ നമ്പറിൻ്റെയും കൂടെ ഒന്ന് കൂട്ടിയാലും ഒരു നാച്ചുറൽ നമ്പറേ കിട്ടുള്ളൂ. അപ്പോൾ 11x/4 നാച്ചുറൽ നമ്പർ ആയാൽ മതി, എണ്ണൽ സംഖ്യ ആയാൽ മതി. നമ്മൾ എണ്ണുന്ന ഒരു സംഖ്യയായിട്ട് 11x/4 മാറണം. എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വില കൊടുത്താൽ ഇത് 1, 2, 3, 4, 5, 6 എന്ന് പോകുന്ന സംഖ്യകളിൽ ഒരെണ്ണമാകും. +1 അവിടെ ഉണ്ട്. ഏത് എണ്ണൽ സംഖ്യയുടെയും കൂടെ ഒന്ന് കൂട്ടിയാലും അടുത്ത ഒരു എണ്ണൽ സംഖ്യയാണ് കിട്ടുന്നത്. അതുകൊണ്ട് +1 നമ്മളിപ്പോൾ നോക്കുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ 11x/4 ഒരു എണ്ണൽ സംഖ്യ ആവണം അല്ലേ? 11x/4 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 11 × x/4. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിലുള്ള 4 ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ആയിരിക്കണം എക്സ് അല്ലേ? 4ൻ്റെ പട്ടികയിൽ വരുന്ന ഏത് സംഖ്യയാണെങ്കിലും നമുക്ക് താഴത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും. ഡിനോമിനേറ്ററിൽ വന്നേക്കുന്ന 4 ഛേദം 4 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കണം. എക്സ് ഏതൊക്കെ 11നെ ഏതായാലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, റിമൈൻഡർ വരും, ശിഷ്ടം വരും എക്സ്. അപ്പോൾ അത് എണ്ണൽ സംഖ്യ വരില്ല. അപ്പോൾ എക്സ് എങ്ങനെ വരണം? 4ൻ്റെ ഗുണനപ്പട്ടികയിൽ വരുന്ന സംഖ്യകളായിട്ട് എക്സ് വന്നാൽ അതിനെല്ലാം നമുക്ക് താഴത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4/4 ആണേ പറ്റും, 8/4 ആണേ പറ്റും. 4ൻ്റെ പട്ടികയാണ് ഞാൻ പറയുന്നത്. 1 4 4, 24 8, 3 4 12, 16, 20, 24, 28, 32, 36, 40, 44 അങ്ങനെ പോകുന്ന ഏത് സംഖ്യ എക്സ് ആയാലും താഴത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു 1 2 നമുക്ക് നോക്കാം. ഇപ്പോൾ 11 × 4/4 പറ്റും അല്ലേ? 4 4 പോയിട്ട് 4/4 1 പോയിട്ട് 11 × 1 11 എന്ന് കിട്ടും. പിന്നെ ഇത് പറ്റും 4ൻ്റെ പട്ടികയിലെ 2 4 8 അല്ലേ? 8/4 2 ആവും. 11 × 2 ഇത് 22 എന്ന് കിട്ടും, എണ്ണൽ സംഖ്യയാണ്. ഇത് 11 × 12. അപ്പോൾ 12/4 എന്ന് പറയുന്നത് 3, 11 × 3 33, 16/4 എന്ന് പറയുന്നത് 4, 11 × 4 44. അങ്ങനെ 4ൻ്റെ പട്ടിക മേളിൽ വന്നാൽ, എക്സിന് പകരം വന്നാൽ ഇതെല്ലാം എണ്ണൽ സംഖ്യകളാവും അല്ലേ? അപ്പോൾ പക്ഷികളുടെ എണ്ണം എങ്ങനെ വരാം? 4 ആവാം, 8 ആവാം, 12 ആവാം, 16 ആവാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വന്നാൽ പക്ഷി പറഞ്ഞ കണക്ക് ശരിയാവും അല്ലേ? പക്ഷികളുടെ എണ്ണം എക്സ് എന്ന് പറയുന്നത് 4, 8, 12, 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ പട്ടികയിൽ വരുന്ന സംഖ്യകൾ, 4ൻ്റെ മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങൾ ഏത് വേണമെങ്കിലും ആവാം. ഇനി പക്ഷി പറഞ്ഞ സംഖ്യകൾ ഏതായിരിക്കും? ഇതനുസരിച്ച് വരുമ്പോൾ ഒരു എണ്ണൽ സംഖ്യ ആവും, നാച്ചുറൽ നമ്പർ ആവും എന്നല്ലേ പക്ഷി പറഞ്ഞത്. അതേതാ വരിക? 11x/4 + 1 എന്ന് മേളിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? കലണ്ടർ പോലെ തൂക്കിയിട്ടേക്കുന്ന അവിടെ 11x/4 + 1. അതിൽ എക്സിന് പകരം 4, 8, 12, 16 എന്നിങ്ങനെയുള്ള വിലകൾ കൊടുത്ത് നോക്കുക. ആദ്യം 4 കൊടുത്ത് നോക്കാം. 11 × 4/4 + 1 അല്ലേ? അതെത്ര കിട്ടും? 4 4 വെട്ടിപ്പോവും. 4/4 1. അപ്പോൾ 11 എന്ന് വരും. 11 1 12 വരും. ഇപ്പോൾ കാണിച്ചേക്കുന്നതിൻ്റെ വാല്യൂ 12. ഇവിടെ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ വാല്യൂ 12. എങ്ങനെ കിട്ടും? 4/4 1, 11 × 1 11 + 1 12. ഇതിൻ്റെ വാല്യൂ എത്രയാണ് അങ്ങനെന്ന് പറഞ്ഞാൽ? 8/4 എത്ര? 2. 11 × 2 11 × 2 22 + 1 23. അപ്പോൾ ആദ്യം 12 പിന്നെ 23. ഇതെത്ര കിട്ടും? 16/4 4 4 16 അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു 12 വരുന്നുണ്ട്. 12 നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. 12 വരും അല്ലേ? 12/4 3 33 1 34. 16 ആണെങ്കിൽ 16/4 എത്ര വരും? 4 44 1 45. അപ്പോൾ സംഖ്യകൾ എങ്ങനെ വരും? 44 + 1 88/4 + 1 176/4 + 1 അങ്ങനെ പോകും
അല്ലേ? ശ്രേണി എങ്ങനെ വരും? 12, 23, 34, 45 എന്നിങ്ങനെ പോകുന്ന ഒരു ശ്രേണിയായിരിക്കും ഇത്, അല്ലേ? ആ 176/4+1 എന്നുള്ളതിന് മുമ്പ് 11x12/4+1 കൂടെ ഉണ്ട് കേട്ടോ. 11x12/4+1 കൂടി ആ ശ്രേണിയിലുണ്ട്. അത് നമ്മളിവിടെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയ സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. മേളിലത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ താഴെ കാണിച്ചിട്ടില്ല. പക്ഷി പറഞ്ഞ സംഖ്യകൾ എന്ന് പറയുന്നിടത്ത് 11x12/4+1 എന്ന് പറയുന്നത് കാണിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചോണം, അവിടെ അത് ക്ലിയർ ചെയ്യണം. പക്ഷേ ആൻസറിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടത്? ക്ലിയർ ആണോ? 44/4+1, അത് കഴിഞ്ഞ് 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 88/4+1, അത് കഴിഞ്ഞ് 12 കൊണ്ട് ഗുണിക്കുന്ന ഒരു പദവും കൂടെ വരും. ഏതിനെ? 11x12/4+1 വരും. 11x12 എത്രയാ? 120ഉം 11 131 ആണോ? 12 132 അല്ലേ? 132/4+1 വരണം അവിടെ. ആ ഒരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയുകയാണ്. ഇതിലെ മൂന്നാമത്തെ പദം 132/4+1 അതുകൂടെ വരണം. അതോടെ ചെയ്തിട്ട് വേണം അത് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ആൻസർ വരുമ്പോൾ 12, 23, 34, 45 എക്സെട്ര ഇങ്ങനെ വരും. അത് ഇതിൽ പ്രസൻറ്റേഷനിൽ എഴുതാൻ ടൈപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. അതോടെ ചേർത്ത് വേണം ചെയ്യാൻ. അടുത്തത് രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം, പക്ഷികളുടെ എണ്ണത്തിൻ്റെ ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം. 4, 8, 12, 16 എക്സെട്ര എന്ന് വരുന്നു. ഇപ്പോൾ xn = an+b ആണ് ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം എന്ന് നമുക്കറിയാം. എ കോമൺ ഡിഫറൻസ്, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് എ എന്ന് പറയുന്നത് 4 ആണ്, അല്ലേ? 4 വീതം കൂടി പോകല്ലേ? ഇത് 4ൻ്റെ പട്ടിക എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 4 വീതം കൂടി പോകുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് 4. ബി എന്ന് പറയുന്ന ആദ്യ പദം മൈനസ് കോമൺ ഡിഫറൻസ്. ആദ്യ പദം എത്രയാ? ടോട്ടൽ റൗണ്ട് ചെയ്യുന്നുണ്ട്, 4 അല്ലേ? ഫസ്റ്റ് ടൈം 4. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? കോമൺ ഡിഫറൻസ് ആയ 4 കുറയ്ക്കണം. 4ൽ നിന്ന് 4 കുറച്ചാൽ 0. അപ്പോൾ അത് പോയി. 0 കൂട്ടിയാലും കുറച്ചാലും ഒന്നും വലിയ മാറ്റമില്ല. വലിയ മാറ്റമൊന്നുമില്ല, മാറ്റമില്ല. അപ്പോൾ 4 - 4 0 ആയി. അപ്പോൾ ബി 0 ആയി. അപ്പോൾ xn = എങ്ങനെ വരും? 4n. ഇതാണ് പക്ഷി പറഞ്ഞ സംഖ്യകളുടെ ആൾജിബ്രൈക് ഫോം. xn = 4n. ഇനി അതിൻ്റെ പക്ഷി പറഞ്ഞ സംഖ്യകൾ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. 12, 23, 34, 45 എക്സെട്ര. ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം xn = an+b തന്നെയാണ് അതിൻ്റെ ഫോർമുല. സമവാക്യം ഇതാണ്. അതിൽ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. 11 വീതം കൂടി പോകല്ലേ? 12, 11 കൂട്ടി 23, 11 കൂട്ടി 34, 11 കൂട്ടി 45 അങ്ങനെ പോകുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് 11. ബി എന്ന് പറയുന്നത് f - a, ഫസ്റ്റ് ടേം 12 ആണ്, അല്ലേ? ഫസ്റ്റ് ടൈം 12 ആണല്ലോ. 12ൽ നിന്ന് പൊതുവ്യത്യാസമായ 11 കുറയ്ക്കണം. 12ൽ നിന്ന് 11 പോയാൽ എത്രയാ? 1. അപ്പോൾ ബി എന്ന് പറയുന്നത് 1. അപ്പോൾ എ എന്ന് പറയുന്നത് 11, ബി എന്ന് പറയുന്നത് 1. അപ്പോൾ xn എത്ര വരും? 11n+1. 11n+1 ആയിരിക്കും പക്ഷി പറഞ്ഞ സംഖ്യകളുടെ ആൾജിബ്രൈക് ഫോം. ഇനി മൂന്നാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ ആദ്യ പദം 3-1 പൊതുവ്യത്യാസം 6-1 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. ഈ ശ്രേണി എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിലെ എല്ലാ എണ്ണൽ സംഖ്യകളും നാച്ചുറൽ നമ്പേഴ്സും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനത്തെ എല്ലാ സാധനവും വരും എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 1/3, കോമൺ ഡിഫറൻസ് 1/6 ആണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആൾജിബ്രൈക് ഫോം ഇങ്ങനെ വരും. xn = an+b. എ എന്ന് പറയുന്നത്
കോമൺ ഡിഫറൻസ് 1/6 ആയിരിക്കും അല്ലേ. എ എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്, അത് 1/6 ആണ്. ബി എന്ന് പറയുന്ന ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 1/3 മൈനസ് 1/6 അല്ലേ. അതെത്ര കിട്ടും? ബി സമം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്ററിലേക്ക്. 6 × 1 6, 3 × 1 3, 6 മൈനസ് 3 ബൈ ഡിനോമിനേറ്ററിൻ്റെ പ്രോഡക്റ്റ്, ഛേദത്തെ ഗുണിക്കുന്നു. 6 3 18 അല്ലേ. 6 കൊണ്ട് മേളത്തെ ഒന്നിനെ ഗുണിച്ചു, മൈനസ് 3 കൊണ്ട് ഇപ്പുറത്തെ ഒന്നിനെ ഗുണിച്ചു, 6 മൈനസ് 3 ഭാഗം 6 3 18. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു, 6 3 തമ്മിൽ അല്ലേ. 6ൽ നിന്ന് 3 പോയാൽ 3, 3 ഭാഗം 18. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 അല്ലേ. 3 കൊണ്ട് രണ്ടിനെയും ഹരിക്കാം, അംശത്തിനെയും ഛേദത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3/3 1. അപ്പോൾ അംശം മേളിൽ വരുന്നത് ന്യൂമറേറ്റർ, അത് 1 ആയി. ഡിനോമിനേറ്റർ 18 ഭാഗം 3 6 ആയി. അപ്പോൾ അത് 1/6 ആയി. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ബി സമം 1/6. അപ്പോൾ എക്സ് എൻ സമം 1/6 n പ്ലസ് 1/6 എന്ന് വന്നു അല്ലേ. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അത് 1/6. ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്, അത് 1/6. അപ്പോൾ എക്സ് എൻ സമം 1/6 n പ്ലസ് 1/6. ഇനി ഇതിനെങ്ങനെ എഴുതാമല്ലോ? എന്താ ചെയ്തേക്കുന്നത്? രണ്ട് പദത്തിലും രണ്ട് ടേമിലും 1/6 ഉണ്ട്. അതിനെ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുത്തു. 1/6 ഇൻറ്റു n പ്ലസ് 1, 1/6 ഇൻറ്റു n പ്ലസ് 1 എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം. എക്സ് എൻ സമം 1/6 ഇൻറ്റു n പ്ലസ് 1. ഇനി ഇതിലെല്ലാം എല്ലാ എണ്ണൽ സംഖ്യകളും വരുന്നു, നാച്ചുറൽ നമ്പേഴ്സും വരുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് എൻ സമം 1/6 ഇൻറ്റു n പ്ലസ് 1 എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നു. നമുക്ക് ആദ്യം n 5 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 1/6 ഉണ്ട് ഇവിടെ അല്ലേ. 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ, 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6ൻ്റെ പട്ടിക ചെല്ലുമ്പോൾ 6 12 18 24 30 36 അല്ലേ. അതൊക്കെ വരുന്നത് എപ്പോഴാണ്? n 5 ആയാൽ 5 1 6 വരും അല്ലേ. 6ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്നറിയാലോ? 6 12 18 24 30. 6ൻ്റെ പട്ടിക വരുന്ന 1 6 6, 6 2 12, 6 3 18, 6 4 24 അങ്ങനെ അങ്ങനെ അല്ലേ. അപ്പോൾ ഈ n പ്ലസ് 1 എന്നുള്ളത് 6 ആകുന്നത് എപ്പോഴാണ്? n 5 ആയാൽ n പ്ലസ് 1 6 ആവും അല്ലേ. n 5 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 6 ആവും. അപ്പോൾ ഇത് സമവാക്യം എങ്ങനെ മാറും? 1/6 ഇൻറ്റു 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6, 6/6 1 ഒന്നാവുമല്ലോ. ഇനി 5ൻ്റെ അടുത്ത ഗുണിതം 6 കഴിഞ്ഞാൽ അടുത്തത് 6 2 12. ഇനി അവിടെ 12 എന്ന് പറഞ്ഞാൽ n എത്രയാവണം? n 11 ആയാൽ മതി അല്ലേ. n 11 ആകുമ്പോൾ 11 1 12 ആവും. അപ്പോൾ 12/6 എക്സ് എൻ സമം 1/6 ഇൻറ്റു എന്നിന് പകരം 11, 11 1 12. അപ്പോൾ 12/6, 12/6 2. ഇനി അടുത്തത് 6 2 12 ആയി, 6 3 18. അപ്പോൾ n പ്ലസ് 1 18 ആണെങ്കിൽ n എത്രയാവണം? 17 ആവണം അല്ലേ. n 17 ആയാൽ മതി. അപ്പോൾ 17 ആകുമ്പോൾ ഇങ്ങനെ വരും, 17 1 18. 6 1 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ 18/6 3. ഇനി അടുത്തത് 18 കഴിഞ്ഞാൽ അടുത്തത് 24 അല്ലേ. എന്ന് പറഞ്ഞാൽ n 23 ആകുമ്പം 23 1 24. 6 1 ഇൻറ്റു 23 പ്ലസ് 1. എന്നിന് പകരമല്ല, ഈ ബീജഗണിതത്തിൽ ഇത് നമ്മൾ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 24/6 4. n എങ്ങനെയൊക്കെ വരുന്നുണ്ട്? 5ാമത് എന്ന് പറഞ്ഞാൽ 5th ടേം, 11th ടേം, 17th 23rd അങ്ങനെയൊക്കെ വരുമ്പോൾ 6 വീതം കൂടിയാണ് പോകുന്നത് അല്ലേ. 5 6 11, 11 6 17, 17 6 23. അടുത്ത ഏതായിരിക്കും? 23 6 29ാമത്തെ പദം. അങ്ങനെ ഒക്കെ വരുമ്പോൾ എക്സ് എൻ എങ്ങനെയൊക്കെ വരുന്നുണ്ട്? ആദ്യം 1 വന്നു, 5 ആയപ്പോൾ 1 അല്ലേ. 11 ആയപ്പോൾ 2,
17 3, 23 4, അങ്ങനെ ഇത് വരുന്നത് 1 2 3 4. അടുത്ത് ഇനി 29 5 ആയിരിക്കും അല്ലേ. അങ്ങനെ 6 വീതം കൂടി പോകുന്നതിനനുസരിച്ച് വരുന്നത് നമ്മൾ എണ്ണുന്ന സംഖ്യകളാണ്, എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സാണ്. 1 2 3 4 5 6 അങ്ങനെ പോകും. ഇതിനകത്ത് 6 കൂട്ടി പോകും തോറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ എല്ലാ എണ്ണൽ സംഖ്യകളും വന്നേക്കുന്നു. കാണുന്നുണ്ടോ? 1 2 3 4 എന്നിങ്ങനെ വന്നിട്ടുണ്ട്. 1 2 3 4 അല്ലേ, വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പർ. ആദ്യ പദം 3/1 പൊതുവ്യത്യാസം 3/2 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയില്ല എന്നും തെളിയിക്കണം. നമുക്കിതിൻ്റെ ആൾജിബ്രൈക് ഫോം എടുത്ത് നോക്കാം. ഫസ്റ്റ് ടേം 3/1 അല്ലേ, കോമൺ ഡിഫറൻസ് 3/2. ആൾജിബ്രൈക് ഫോമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. xn = an + b. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, അത് 2/3 3/2. b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3/1 മൈനസ് 3/2. 3 കോമൺ ആണ്. അപ്പോൾ 1 - 2. ന്യൂമറേറ്ററിനെ, അംശത്തിനെ നമുക്ക് നേരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ അഥവാ ഛേദം തുല്യമായതുകൊണ്ട് 1 - 2/3 എന്നതിനെ എഴുതാം. 1 നിന്ന് 2 പോയാൽ -1 -1/3. അതാണ് ബി. അപ്പോൾ ഇതെങ്ങനെ വരും? xn = എക്ക് പകരം 2/3 n 2/3n -1/3 an + b എന്നുള്ളതിൽ b മൈനസ് ആയതുകൊണ്ട് അവിടെ മൈനസ് സൈൻ വന്നത് അല്ലേ. 1/3 മൈനസ് അല്ലേ, -1/3 ആണ് b. അപ്പോൾ xn = 2/3n -1/3. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഡിനോമിനേറ്ററായ 3 രണ്ട് ഭാഗത്തും ഉണ്ട്. അപ്പോൾ 1/3 കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുത്താൽ 2n - 1. xn = 2n - 1 എന്നുള്ളതിനെ 3/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. 3/1 × 2n - 1. ഇനി അതിൻ്റെ പ്രത്യേകതയാണ് അവിടെ എഴുതിയേക്കുന്നത്. 2n - 1 എന്നതിൽ n-ന് 1 2 3 എന്നിങ്ങനെ വിലകൾ നൽകുമ്പോൾ ലഭിക്കുന്നവ എങ്ങനെ വരും? അതിൽ n-ന് പകരം 1 കൊടുത്താൽ 1 2 2 2 ൽ നിന്ന് പോയാൽ എത്രയാണോ അത്, 2 ൽ നിന്ന് പോയാൽ 1. അടുത്തത് 2 കൊടുക്കുമ്പോൾ 2 2 4 4 ൽ നിന്ന് കുറയ്ക്കുന്നത്. 3 കൊടുക്കുമ്പോൾ 3 2 6 6 ൽ നിന്ന് കുറയ്ക്കുന്നത്. 2 ൽ നിന്ന് പോയാൽ 1, 4 ൽ നിന്ന് പോയാൽ 3 അല്ലേ, 6 ൽ നിന്ന് പോയാൽ 5. അടുത്ത എത്ര വരും? 4 2 8 ൽ നിന്ന് പോയാൽ 7 എന്നിവയാണ്. ഇവ ഒറ്റ സംഖ്യകളാണ്. ഇവയെല്ലാം ഒറ്റ സംഖ്യകളല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരട്ട സംഖ്യകൾ വരില്ല. ഈ ശ്രേണിക്കകത്ത് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് വരില്ല. ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഒറ്റ സംഖ്യകൾ ആയതുകൊണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 4 7 10 ബിലോങ് ടു ദി സീക്വൻസ്. ഇത് ഈ സീക്വൻസിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാൻ അല്ലേ. ഏതാ? 4 7 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. നമുക്ക് നോക്കാം. ഇതാണ് ശ്രേണി 4 7 10 എക്സെട്ര. ഇതിൻ്റെ ആദ്യത്തെ പദം അഥവാ ഫസ്റ്റ് ടേം 4 ആണ്. കോമൺ ഡിഫറൻസോ
സെക്കൻഡ് ടേമായ 7ൽ നിന്ന് 4 കുറച്ചാൽ മതി അല്ലേ? ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകുള്ള കുറച്ചാൽ മതി. എത്ര വീതം കൂടിപ്പോകുന്നു എന്നറിയാനാണല്ലോ. അപ്പോൾ 7ൽ നിന്ന് 4 പോയാൽ 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 3ഉം ഫസ്റ്റ് ടേം 4ഉമാണ്. ഇനി ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം കാണാനുള്ള ഇക്വേഷൻ xn = an + b. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3, b എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും അറിയാം, കോമൺ ഡിഫറൻസും അറിയാം അല്ലേ? എത്ര ആയിരിക്കും അപ്പോൾ? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എഫിന് വരെ എത്ര? ഫസ്റ്റ് ടേം 4, കോമൺ ഡിഫറൻസ് 3. അപ്പം 4ൽ നിന്ന് 3 പോയാൽ 1. ഇതാണ് ഇതിൻ്റെ ബി. അപ്പോൾ എയ്ക്ക് പകരം എന്തെഴുതാം? 3 കോമൺ ഡിഫറൻസ് 3n പ്ലസ് ബിക്ക് പകരം 1. അപ്പോൾ 3n + 1. അപ്പോൾ ആഡിങ് 1 to the multiple of 3. അതാണ് ഈ ബീജഗണിത രൂപം സൂചിപ്പിക്കുന്നത്. ഈ ആൾജിബ്രിക് ഫോമിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? എന്നിന് വരെ 1 കൊടുക്കുമ്പോൾ ഒരു 3, 3. 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം 2 6നോട് കൂടി 1 കൂട്ടണം. തേർഡ് ടൈം 3 9നോട് കൂടി 1 കൂട്ടണം. ഫോർത്ത് ടൈം 4 × 3 12നോട് കൂടി 1 കൂട്ടണം അല്ലേ? എന്നിന് പകരം 1 2 3 എന്നിങ്ങനെ കൊടുക്കുമ്പോഴാണല്ലോ ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, നാലാമത്തെ പദം അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ n 1 ആകുമ്പോൾ എത്രയാണ് കിട്ടുക? ഒരു 3 3 3 1 4 അല്ലേ? n 2 ആകുമ്പോഴോ 3 2 6 6 1 7 3 ആകുമ്പോൾ 3 9 1 10. അപ്പം 4 7 10 അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്? മേളിൽ നോക്കിയേ, ആ സീക്വൻസ് അങ്ങനല്ലേ പോയേക്കുന്നത്. 4 7 10 അത് കിട്ടിയേക്കുന്നത് എങ്ങനെയാണ്? 3ൻ്റെ പട്ടികയുടെ കൂടെ 1 കൂട്ടുന്നതാണ്. 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടല്ലോ, ഒരു 3 3 23 6 3 9 അങ്ങനെ പറയുന്ന സാധനം, അതിൻ്റെ കൂടെ എല്ലാം 1 കൂട്ടിയേക്കുന്ന 3 1 4 6 1 7 9 1 10 അല്ലേ? അടുത്ത എത്ര വരും? 12 1 13 അങ്ങനല്ലേ വരിക? അടുത്തത് 15 1 16 ആ ക്രമത്തിലാണ് വരിക. അപ്പോൾ എല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസിനോട് കൂടി 1 കൂട്ടുന്നതാണ് ഈ ശ്രേണി വരുന്നതെല്ലാം. ഇനി നമുക്ക് 3ൻ്റെ ഗുണിതത്തോട് 1 കൂട്ടിയാണ് ഈ ശ്രേണി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. 3ൻ്റെ പട്ടികയുടെ കൂടെ 1 കൂട്ടി 3 1 4 6 1 7 9 1 10 അങ്ങനെ. ഇനി ഇതിൻ്റെ സ്ക്വയർ എങ്ങനെ വരും? xn = 3n + 1. അതിൻ്റെ സ്ക്വയർ എങ്ങനെ വരും? സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഇക്വേഷൻ. a + b² = a² + 2ab + b². അതിൽ എയ്ക്ക് പകരം 3n, ബിക്ക് പകരം 1. അപ്പോൾ 3n + 1ൻ്റെ ഹോൾ സ്ക്വയർ. ആദ്യത്തേൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 3 9 എന്നിൻ്റെ സ്ക്വയർ n². അങ്ങനെയാണ് 9n² എന്ന് പറഞ്ഞത്. മുകളിലേക്കുന്ന സമവാക്യം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3n സ്ക്വയർ 3 9 എന്നിൻ്റെ സ്ക്വയർ n². അപ്പോൾ 9n² പ്ലസ് 2 × 3 × 1 × n. 2 × 3 6 6 × n 6n × 1 6n തന്നെ. അങ്ങനെയാണ് രണ്ടാമത്തെ 6n. 2 × a × b 2 × ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ്. 2 × 3n 3 2 6n × 1. എന്തിനെ 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെ ആയതുകൊണ്ട് 6n 1 കൊണ്ട് ഗുണിച്ചാൽ 6n പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1 × 1 1. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എങ്ങനെ വന്നു? 9n² പ്ലസ് 6n പ്ലസ് 1 എന്ന് വന്നു. ഇനി ആ 9n² പ്ലസ് 6n എന്നുള്ളതിന് 2നും 3 കൊണ്ട് ഗുണിക്കാവുന്ന സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 3 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ വരും? 3 × 3n² പ്ലസ് 2n പ്ലസ് 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 3 കൊണ്ട് ഗുണിച്ച ഒരു സാധനത്തിനോട് 1 കൂട്ടുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ സാധനം തന്നെയല്ലേ സ്ക്വയറും വരുന്നത്. 3ൻ്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നത് ആണ് ഈ ശ്രേണി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും എങ്ങനെ തന്നെയാണ് വരുന്നത്? 3 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ 1 കൂട്ടുന്നു, ഒരു സംഖ്യയുടെ കൂടെ 1 കൂട്ടുന്നു. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടുന്നത് തന്നെയാണ് സ്ക്വയേഴ്സും വരുന്നത്. ശ്രേണിയും അങ്ങനെയാണ്, അതിലെ സ്ക്വയർ കണ്ടപ്പോൾ അതും അങ്ങനെയാണ് വരുന്നത്. 3ൻ്റെ സ്ക്വയറിനോട് കൂടി 1 കൂട്ടുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ആഡിങ് 1 to the multiples of 3. അതുതന്നെയായിരുന്നു ഇവിടെ. അതുകൊണ്ട് രണ്ടും സ്ക്വയേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. ശ്രേണിയും ആ 3ൻ്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതാണ്, അതിൻ്റെ സ്ക്വയറും 3ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടുന്നതാണ്. അതുകൊണ്ട് സ്ക്വയർ ഓൾസോ ബിലോങ് ടു ദി സീക്വൻസ്. ഇതിൻ്റെ എല്ലാം വർഗവും ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട്. ഇനി 6ാമത്തെ ചോദ്യം.
പ്രൂവ് ദാറ്റ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ 5, 8, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ടൈം 5, കോമൺ ഡിഫറൻസ് 8 നിന്ന് 5 പോയാൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചിട്ട് 3. ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൾജിബ്രൈക് ഫോം വരേണ്ടത്. എക്സ് എൻ സമം an + b. അതിൽ a എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ഡിഫറൻസ്, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ. b എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ്. അതെത്ര വരും? b സമം 5 - 3. ഫസ്റ്റ് ടൈം 5-ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 3 കുറച്ചാൽ 5-ൽ നിന്ന് 3 പോയാൽ 2. അപ്പോൾ b 2 ആണ്. ബിക്ക് പകരം 2 എന്ന് എഴുതാം. എക്ക് പകരം കോമൺ ഡിഫറൻസ് 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ രൂപം ഇങ്ങനെ വരും. 3n + 2 ആണ് ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം. ബീജഗണിത രൂപം ഇങ്ങനെയാണ്. 3n + 2, 3n + 2. ഇനി ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? മുമ്പേ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി 3ൻ്റെ മൾട്ടിപ്പിൾസിനോട് 2 കൂട്ടുകയാണ് അല്ലേ. ആ ശ്രേണിയിലോട്ടൊന്ന് നോക്കിയാൽ കാണാം. ഒരു 3, 3, 2 കൂട്ടിയപ്പോൾ 5, 3 2 6, 2 കൂട്ടിയപ്പോൾ 8, 3 3 9, 2 കൂട്ടിയപ്പോൾ 11, 4 3 12, 2 കൂട്ടുമ്പോൾ 14. അടുത്ത 14 ആയിരിക്കും അല്ലേ. അപ്പോൾ 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസ് അഥവാ ശ്രേണി നമുക്ക് ലഭിക്കുന്നത് 3ൻ്റെ ഗുണിതങ്ങളോടുകൂടി 2 കൂട്ടുമ്പോഴാണ്. 3ൻ്റെ മൾട്ടിപ്പിൾസിനോട് 2 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഇനി 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ 4, 3ൻ്റെ 9, 4ൻ്റെ 16, 5ൻ്റെ 25, 6 6 36, 7 7 49, 8 64 അങ്ങനെയാണ് വരിക അല്ലേ. 1 1 2 4 3 9 അങ്ങനെ സ്ക്വയറുകളുടെ ശ്രേണി ഇങ്ങനെ വരിക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? വെൻ വി ഡിവൈഡ് എ പെർഫെക്റ്റ് സ്ക്വയർ വിത്ത് 3 വി ഗെറ്റ് റിമൈൻഡർ 1 or 0. ഇങ്ങനെ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന റിമൈൻഡർ ഒന്നെങ്കിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇപ്പം 4നെ എടുത്ത് നോക്കുക. 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ ഒരു 3 3 അല്ലേ, ഒരെണ്ണം വെച്ച് വരും. അപ്പോൾ റിമൈൻഡർ 1 കിട്ടും, ശിഷ്ടം 1 കിട്ടും. 9നെ ആണെങ്കിലോ 3 3 9, ശിഷ്ടമില്ല 0. 16നെ ആണെങ്കിലോ i 3 15 അല്ലേ, ശിഷ്ടം 1. 15നെ 16 15 പോയാൽ 1 അല്ലേ. 25 ആണെങ്കിലോ 1 8 8 16 3 8 24, ശിഷ്ടം റിമൈൻഡർ 1. 36 ആണെങ്കിലോ 12 കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാം. 12 3 ആണ് 36, അപ്പോൾ 0. അപ്പോൾ 1 അല്ലെങ്കിൽ 0 റിമൈൻഡർ വരൂ. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നതിൽ എങ്ങനെയാണ്? റിമൈൻഡർ 2 ആണ്. ഇവിടെ കണ്ടില്ലേ, റിമൈൻഡർ 2 വരുന്നു. 3ൻ്റെ ഗുണിതങ്ങളോട് കൂടി 2 കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിമൈൻഡർ ആയിട്ട് വരുന്നത് 2 ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 റിമൈൻഡർ വരാൻ പാടുള്ളൂ. ഇവിടെ റിമൈൻഡർ 2 വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവില്ല. ഇനി 7ാമത്തെ ചോദ്യം. റൈറ്റ് ദി ഹോൾ നമ്പേഴ്സ് ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8 etc. Do they form an arithmetic sequence? എന്ന് വെച്ചാൽ 8ൽ 11, 8ൽ 14, 8ൽ 17 etc. എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ? ഈ പോകുന്ന ശ്രേണിയിൽ എവിടെയൊക്കെ വെച്ചോ ഇത് പൂർണ്ണസംഖ്യകൾ വരും. പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഞാൻ റിമൈൻഡർ ആയിട്ട് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ മേളി വരണം അല്ലേ. അങ്ങനത്തെ ശ്രേണി ഹോൾ നമ്പേഴ്സ് വരും. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? നമുക്ക് നോക്കാം. ഇതാണ് ആ സീക്വൻസ്. 11/8, 14/8, 17/8 etc. ഇവിടെ ഛേദം ഓർ ഡിനോമിനേറ്റർ 8 ആണ് അല്ലേ. താഴെ വന്നേക്കുന്നത് 8 ആണല്ലോ. 8 കൊണ്ടാണ് ഹരിച്ചേക്കുന്നത്. പൂർണ്ണസംഖ്യാ പദങ്ങൾ കിട്ടണമെങ്കിൽ അംശം എങ്ങനെ വരണം? 8ൻ്റെ ഏതെങ്കിലും ഗുണിതം വരണം. 8ൻ്റെ പട്ടിക ചൊല്ലി നോക്കിയാൽ മതി. അതിലേതെങ്കിലും മേളി വരുമോ എന്ന് നോക്കണം.
8ൻ്റെ പട്ടിക എങ്ങനെ വരും? 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 56, 8 8 64 എക്സെട്ര അല്ലേ? അപ്പോൾ 8 16 24 32 40 48 56 ഇതിലേതെങ്കിലും മേളി വന്നാൽ എന്നാ സംഭവിക്കും? ഇതിലേതെങ്കിലും മേളി വന്നാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹോൾ നമ്പർ അഥവാ ഒരു പൂർണ്ണസംഖ്യ ലഭിക്കും. 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഹരിച്ചങ്ങ് എഴുതിയാൽ അത് പൂർണ്ണസംഖ്യ ആയിരിക്കുമല്ലോ, എണ്ണസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ലഭിക്കാവുന്ന ഏതൊക്കെയാണെന്നൊന്നും വെറുതെ ഒന്ന് എഴുതി നോക്കിയാൽ കാണാം. 11 14 17 അതെല്ലാം എഴുതിയേക്കുന്ന ഏത് സംഖ്യകളാണെന്ന് മനസ്സിലായോ? നമുക്ക് തന്ന ശ്രേണിയിലെ അംശങ്ങളാണ് ന്യൂമറേറ്റർ, മേളിൽ വരുന്ന സംഖ്യകൾ മാത്രം. ഡിവൈഡഡ് ബൈ 8 എല്ലായിടത്തും പൊതുവാണ്. മേളിൽ വരുന്നത് നോക്കി, 11 ഉണ്ട്, 14 ഉണ്ട്, 17 ഉണ്ട്. എത്ര വീതം കൂടി പോകുന്നു? 3 വീതം കൂടി പോകുന്നു. അങ്ങനെ ലഭിക്കുന്ന ശ്രേണി ഏതാണ്? 11 14 17 20 23 26 29 32 35 38 അങ്ങനെ കുറേ അങ്ങ് പോകും. നമ്മൾ കുറേ 56 വരെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ 8ൻ്റെ പട്ടികയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കിയാൽ കാണാം. 32 ഉണ്ട്, 8 4 32 അല്ലേ? പിന്നെ വരുന്നത് 56 അടുത്ത ഏതായിരിക്കും വരിക? 32ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 56 കിട്ടിയത്? 24 കൂട്ടിയപ്പോൾ അല്ലേ? 56ൻ്റെ കൂടെ 24 കൂട്ടിയാൽ 80 വരും ഈ ശ്രേണിക്കകത്ത് അല്ലേ? 104 വരും. 24 കൂട്ടുക എന്ന് പറഞ്ഞാൽ 3 വീതം കൂടി പോകുന്നതാണ്. 6 സംഖ്യകൾ കഴിയുമ്പോൾ വരുമോ അല്ലേ? ഇപ്പോൾ 32 എന്ന് പറയുന്ന ഇത് കഴിഞ്ഞിട്ട് 8 പൊസിഷൻ കഴിയുമ്പോൾ 8 3 അല്ല 24. ഓരോ 8 പൊസിഷൻ കഴിയുമ്പോഴും വരുന്നത് 24 വീതം കൂടി പോകുന്നതല്ലേ? അപ്പോൾ 3 കോമൺ ഡിഫറൻസ്. അപ്പോൾ 8 സ്ഥാനങ്ങൾ കഴിഞ്ഞ് വരുന്നതെല്ലാം എന്തായിരിക്കും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന സംഖ്യകളായിരിക്കും അല്ലേ? 11 14 17 20 23 എന്ന് പോകുന്നതിനകത്ത് 32 വരുന്നത് എത്രാമതാണെന്ന് നോക്കി. 8ാമതാണ് 32 വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഏതാ? 8 കൊണ്ട് ഹരിക്കാവുന്നത് 56 അല്ലേ? 8ാമത് 32 വന്നു. പിന്നെ 56 വരുന്നത് എത്രാമതാ? 9 10 11 12 13 14 15 16 17 18 എത്രാമതാ വരുന്നത്? 16ാമത് 56 വരുന്നു എന്ന് പറഞ്ഞാൽ 8 കൂട്ടി. 8ാമത് കഴിഞ്ഞാൽ പിന്നെ 16ാമത്, പിന്നെ 24ാമത്, പിന്നെ 32ാമത്, അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതെല്ലാം ശ്രേണിയാണ്. 32 56 80 104 എന്നിങ്ങനെയായിരിക്കും ആ ശ്രേണി വരുന്നത്. ഇതും എങ്ങനെ വരും? 32/8 56/8 80/8 104/8 എക്സെട്ര വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? പൂർണ്ണസംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും വരുന്നത്? 32നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര വരിക? 8 4 32 അല്ലേ? 56നെ 8 കൊണ്ട് ഹരിച്ചാലോ എത്ര വരും? 7 വരും അല്ലേ? 80നെ ഹരിച്ചാൽ 10 വരും. അപ്പോൾ 4 7 10 13 എന്നിങ്ങനെയാണ് ഈ ആൻസറുകൾ വരുന്നത്. ഇത് സമാന്തര ശ്രേണിയാണോ? അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അതെ അല്ലേ? 3 വീതം കൂടി പോവല്ലേ? അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആയ അഥവാ പൊതുവ്യത്യാസം 3 ആയ ഒരു സമാന്തര ശ്രേണിയാണ് ഇത് അല്ലേ? കോമൺ ഡിഫറൻസ് 3 ആയ ഒരു സമാന്തര ശ്രേണിയാണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്, ഈ ഭാഗത്തുള്ളത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയും കണക്കുകൾ ചെയ്ത് നോക്കുക, നോട്ട്ബുക്കിൽ കുറിക്കുക. എല്ലാവർക്കും നന്ദി.